SSC ഫാർമ വാക്കൻസി 2025 വന്നിരിക്കുകയാണ്. വെൽക്കം ടു ഫാർമ കിഡ് ബൈ അഞ്ജന. ഫാർമസി റിലേറ്റഡ് പുതിയ വീഡിയോസിനും ക്ലാസ്സസിനുമായി സ്റ്റേ ട്യൂൺഡ് വിത്ത് ഫാർമ കിഡ് ബൈ ഫോളോയിങ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ. ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് വാക്കൻസി വിളിച്ചിരിക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് റീജിയണൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഗുവാഹത്തി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ലോട്ടറി വിളിച്ചിരിക്കുന്നത്. ഏജ് പറഞ്ഞിരിക്കുന്നത് 18 തൊട്ട് 30 വയസ്സ് വരെയും. 2 പോസ്റ്റാണ് നിലവിൽ ഇപ്പോൾ വാക്കൻസി വന്നിരിക്കുന്നത്. ഫാർമസി റിലേറ്റഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനകത്ത് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ ഫാർമസി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഫാർമക്കോളജി ഉണ്ടായിരിക്കണം. 1 വർഷത്തെ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിലോ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ റിസർച്ച് സെൻറ്റേഴ്സിലുള്ളൊരു എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ലബോറട്ടറി അസിസ്റ്റൻറ്റ് സദേൺ റീജിയനിൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഡയറക്ടറേറ്റ് ഓഫ് ഫോറൻസിക് സയൻസ് സർവീസസിലാണ് വിളിച്ചിരിക്കുന്നത് വാക്കൻസി. 18 തൊട്ട് 27 വയസ്സ് വരെയുള്ള പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. 1 പോസ്റ്റാണ് നിലവിലുള്ളത്. ഇനിഷ്യൽ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ്. ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വേക്കൻസി വരുന്നത് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്കാണ്. ഈസ്റ്റേൺ റീജിയനിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്, കൊൽക്കത്ത, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഹെൽത്ത് സർവീസ്, മിനിസ്ട്രി ആൻഡ് ഹെൽത്ത് ഫാമിലി വെൽഫെയറിലാണ്. ഏജ് വരുന്നത് 23 തൊട്ട് 28 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇവിടെയും ഫാർമസിയിൽ നിന്ന് ഒരു ഡിഗ്രി കരസ്ഥമാക്കിയ ആൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമ്പർ ഓഫ് പോസ്റ്റ് 2 നിലവിലുള്ളത്. ഇനിഷ്യൽ പോസ്റ്റിംഗ് ഹൈദരാബാദിലാണ്. ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് സദേൺ റീജിയനിലാണ് അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സയൻസിലാണ് വരുന്നത്. ഏജ് 18 തൊട്ട് 30 വയസ്സ് വരെയാണ്. നമ്പർ ഓഫ് പോസ്റ്റ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് 1 വാക്കൻസിയാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ആവശ്യമുണ്ട് ഫാർമസിയിൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ ഫാർമക്കോളജിയിൽ. പിന്നെ 1 വർഷം എക്സ്പീരിയൻസ് ഇൻ ഡ്രഗ് ടെസ്റ്റിംഗ് ആൻഡ് ഡ്രഗ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് റിസർച്ചിൽ ആവശ്യമായിട്ടുണ്ട്. സദേൺ റീജിയനിൽ ഇനിഷ്യൽ പോസ്റ്റിംഗ് വരുന്നത് ഹൈദരാബാദിലായിരിക്കും. സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് സദേൺ റീജിയനിലാണ് അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സയൻസിലേക്കുമാണ്. ഏജ് വരുന്നത് 18 തൊട്ട് 30 വയസ്സ് വരെ കാറ്റഗറി പെടുന്നവർക്കാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫാർമസി റിലേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. ഫാർമസിയിലോ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലോ ഫാർമക്കോളജിയിലോ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കാണ് അയക്കാൻ പറ്റുന്നത്. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. 2 വർഷം ഡ്രഗ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ റിസർച്ച് കാറ്റഗറിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വാക്കൻസി വന്നിരിക്കുന്നത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്കാണ്. ഈസ്റ്റേൺ റീജിയനിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഡയറക്ടറേറ്റ് ഓഫ് ഫോറൻസിക് സയൻസ് സർവീസിലേക്കുമാണ്. ഏജ് 18 തൊട്ട് 27 വയസ്സ് വരെയുള്ളവർക്കാണ് അയക്കാനായിട്ട് പറ്റുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ ഫാർമസി ആവശ്യമായിട്ടുണ്ട്. നിലവിൽ ഇത്രയും പോസ്റ്റിലേക്കാണ് വാക്കൻസി വന്നിരിക്കുന്നത്. ഫാർമസിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് ഇതുവരെ വാക്കൻസി ഒന്നും ഓപ്പൺ ആയിട്ടില്ല SSC. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ SSC ഫാർമ വാക്കൻസി എന്ന് പറഞ്ഞാണ് തംബ്നെയിൽ ഇട്ടിരിക്കുന്നത്.